എമ്പാടെ പുണ്യാളെ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു ടീപ്പോയ് ഉണ്ടാക്കാൻ പോകണം. അതായത് ഇതിനിടയ്ക്ക് ട്രാക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടയ്ക്കും. ശേഷം ഇവിടെ 3 കുത്തു കൊടുത്തിട്ട് നമ്മൾ ചെറിയ ടീപ്പോയ് പോലെ സെറ്റപ്പ് ചെയ്യും. ടീപ്പോയ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു മനോധർമ്മം വെച്ചിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഇതാണ് അത്യാവശ്യം നല്ല കാതലാണ്. ഒരു പഴയത് കിട്ടിയതാണ് നമുക്ക് തടി. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പോവാം. അപ്പോൾ നമ്മുടെ ആദ്യൊരു കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുഴുവൻ ഒരു പേപ്പർ അങ്ങ് പിടിച്ചു, ഒരു ഓട്ടങ്ങ് പിടിച്ച് ഇതിനകത്ത് അവസാനം മുരിഞ്ഞൊക്കെ നിൽക്കുന്ന സാധനമൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, നമ്മൾ കുറച്ച് അറക്കപ്പൊടി സാധനം ഇട്ടിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വിടവടയ്ക്കണം. ഓക്കെ, വിടവടച്ചതിന് ശേഷം ഇതാണ് മെറ്റൽ. നമ്മൾ ഇവിടെ കമ്പിയിൽ വെൽഡ് ചെയ്യും. ഇതല്ല, ഇവിടെ ഇങ്ങനെ കുത്തിങ്ങനെ കൊടുക്കും ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇവിടെ വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റുവാണ്. ഇതിനകത്ത് നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് മേളിൽ വരും, ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ താഴെ വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ വെൽഡ് ചെയ്യും. അപ്പോൾ ഈ സാധനം നമുക്ക് ഇതിങ്ങനെ വെക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീപ്പോയാണിത്. ഇതെനിക്കൊരു വേസ്റ്റ് കിടന്ന് കിട്ടിയ ഒരു തടിയാണത്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അങ്ങനെ നമ്മൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു വിടവുണ്ടായിരുന്നു, അത് പൊട്ടി പോകുന്ന ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അറക്കപ്പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അറക്കപ്പൊടിയും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യും കേട്ടോ, കാരണം ഉണങ്ങിയൊന്ന് വരാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നമ്മൾ സമയം കൊടുത്ത് നമ്മളിത് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇളകിയിരിക്കുമായിരുന്നു, നമ്മൾ സെറ്റായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഒരു വട്ടം പേപ്പർ പിടിച്ചാണ്, ഇനി അടുത്ത ഒന്നോടെ പേപ്പർ പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് നമ്മളൊരു ചെറിയ പോളിഷ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. അതിന് ശേഷമാണ് നമ്മൾ വെൽഡ് ചെയ്ത് കമ്പികൾ വേറെ സെക്ഷനായിട്ട് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നു. അതോടുകൂടി നമ്മൾ പരിപാടി തീരുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് പേപ്പറും പിടിച്ചിട്ട് ഒരു കോട്ട് ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസത്തേക്കാണ് നമ്മളൊന്ന് ഒന്നോടെ മുഴുവൻ അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം നമ്മളൊന്നോടെ സാൻഡ് ചെയ്യും. അത് ശേഷം ഒരു കോട്ട അടിക്കും. 2-3 കോട്ട അടിച്ചിട്ടാണ് നമ്മളത് സെറ്റാക്കി എടുക്കുന്നത്. ഇതിൻ്റെ പണി ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു വെൽഡ് ചെയ്തൊക്കെ എടുക്കുകയാണ്. നമുക്ക് ഇനി ആ പണിയിലോട്ട് പോകാം. അപ്പോൾ നാളെ നമുക്കത് ചെയ്ത് ഫിനിഷ് ചെയ്യാം.
നമ്മുടെ പരിപാടി കഴിഞ്ഞേക്കുവാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ടീപ്പോയി തീർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കണമെങ്കിലോ, ഇവിടെ ഇരുന്ന് നമുക്കൊരു ചായ കുടിക്കണമെങ്കിലോ, ഒരു ഫ്ലവർ വൈസ് വയ്ക്കാം, പത്രം വായിക്കുമ്പം വയ്ക്കാം, ഒരു ഫോൺ വയ്ക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പറ്റിയൊരു സാധനമാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഈസിയാണ്, ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലെ കിട്ടുന്ന തടികൾ നമുക്ക് രസകരമായ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടെയാണിത്. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി.